എപ്പിസോഡ് 12 പാർട്ട് 2 കാണിക്കുമ്പോൾ കഴിഞ്ഞ പാട്ടിൻ്റെ എൻഡിങ്ങിൽ ഫഡേലും ബൈസനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് സ്റ്റൈൽ ഫഡേലിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതാണ്. എന്നാൽ അവൻ്റെ കണ്ണ് മൂടിക്കൊണ്ട് വന്നിട്ട് ഇതിനേക്കുള്ളൊരു സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് ടൈമറൊക്കെ എണ്ണിയിട്ട് പതുക്കെ അവൻ്റെ കണ്ണ് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. അവൻ അങ്ങനെ നോക്കുമ്പോഴാണ് ഇപ്പോൾ അവർ വന്ന് നിൽക്കുന്നത് നമ്മളെ ഫഡേലിൻ്റെ ആ ഒരു ബർഗർ കടയിലാണ്. ആ സമയം ഫഡേൽ അല്ല ഇത് വേറെ ആൾ വാങ്ങിച്ചെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താ നമ്മളിവിടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റൈലാണെങ്കിൽ ഇത് ഞാൻ തിരിച്ച് വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ ഒത്തിരി ഹാപ്പി ആവുന്നുണ്ട്. ഫഡേലിന് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്റ്റൈൽ കുറച്ച് നാളെ തന്നെ ജയിലിൽ കാണാൻ വരാതിരുന്നതെന്ന്. അങ്ങനെ അതുകൊണ്ടാണ് നീ എന്നെ കാണാൻ വരാതിരുന്നത്, നീ ഇത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതെ, ഞാനാണെങ്കിൽ തിരിച്ചു പിടിക്കാനായിട്ട് ഒത്തിരി കിടന്ന് വർക്ക് ചെയ്യുമായിരുന്നു, ഇത് കിട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ പക്ഷേ നീ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സ്റ്റൈല് അത് പിന്നെ നിനക്കിത് തിരിച്ചു തരണമെന്നും നീ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരണമെന്നും എനിക്ക് തോന്നിപ്പോയി, നീ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ആലോചിച്ചപ്പോഴേ എനിക്കെന്താ സന്തോഷം തോന്നുന്നൊരു കാര്യമായിരുന്നെന്ന് പറയുകയാണ്. ഫഡേലപ്പോൾ നിന്നെ കിട്ടിയില്ലേ ഞാൻ നല്ല ലക്കിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം തിരിച്ചു പിടിക്കാനായിട്ട് സ്റ്റൈൽ ചിലവാക്കിയ പൈസ എത്രയും തിരിച്ചു കൊടുക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ സ്റ്റൈൽ അതൊന്നും വേണ്ട, ഇതൊരാളുടെ സ്ഥലമല്ല, ഇത് നമ്മുടെ രണ്ടുപേരുടെ സ്ഥലമാണ്, അതുകൊണ്ട് പൈസ തിരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കടയുടെ ഒരു ബാഡ്ജ് ഫഡേലിന് വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഇനി നിൻ്റെയാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണ്ടിനെയും പൈസനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ പുറത്തൊരിടത്ത് വന്നിരുന്നിട്ട് മീനിന് ഫുഡൊക്കെ കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ബൈസൺ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഈ ഒരു നല്ല വായു ശ്വസിച്ചപ്പോൾ എന്തൊരു സമാധാനം എന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് പക്ഷേ ഇന്ന് ഞാൻ വെതർ ചെക്ക് ചെയ്തപ്പോൾ ഇന്ന് ഫുള്ള് ഭയങ്കര പൊല്യൂഷനാണെന്ന് അറിയാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ടാണെങ്കിൽ ഇത് പറയുന്ന കേട്ടിട്ട് ബൈസൺ ഞാൻ ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു, ഒരു ഫ്രീഡം കിട്ടിയപ്പോൾ നീ അതിൻ്റെ ഇടയിൽ കയറാൻ നിൽക്കുന്നു പോടാന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം കാണ്ട് അല്ല നീ ഇനി എവിടെ താമസിക്കാൻ പോകുന്നത്, നീയും ബൈസണും താമസിച്ചുകൊണ്ടിരുന്ന വീട് പോലീസുകാർ ലോക്ക് ചെയ്തു, സോ ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അറിയത്തില്ല, എന്തായാലും ഫഡേലിനി എന്തായാലും അവൻ്റെ ഒരു ബർഗർ ഷോപ്പും ഒക്കെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്, കാരണം അവന് ഓൾറെഡി അത് കണ്ടിന്യൂ ഒരു പ്ലാൻ ഉണ്ട്, എന്നാൽ എനിക്കെന്ത് വർക്കാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് ഒരു കാര്യം ചെയ്ത് നീ എൻ്റെ കൂടെ ഒന്ന് താമസിക്കാൻ പറയാണ്. ആ സമയം അത് വേണോ, ബേബി മിക്കവാറും എന്നെ ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ബേബിക്ക് എബ്രോഡ് പോയി പഠിക്കാനായിട്ട് ഇപ്പോൾ ഒരു സ്കോളർഷിപ്പ് കിട്ടി, അതുകൊണ്ട് തന്നെ അവൻ ഉടനെ പോവും, പിന്നെ ഞാൻ വീട്ടിൽ തനിച്ചാൽ, അതുകൊണ്ട് നീയും അങ്ങോട്ടേക്ക് വന്ന് നിൽക്ക് പ്ലീസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ഓക്കെ ഞാൻ നിൽക്കാം, പക്ഷേ എനിക്ക് നിന്നിലും ഫഡേലിലും ഡിപ്പെൻഡ് ആവാൻ പറ്റത്തില്ലല്ലോ എപ്പോഴും, അതുകൊണ്ട് തന്നെ ഞാനൊരു വർക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പോവാം, അത് കഴിഞ്ഞിട്ട് ഞാനായിട്ട് ഒരു സ്ഥലം താമസിക്കാനായിട്ട് നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടിയായിട്ട് കാണ്ടിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. നോക്കിയപ്പോൾ ഡോർ ഓൾറെഡി അൺലോക്കായി കിടക്കുന്നുണ്ട്. ബേബി വന്നു എന്ന് എഴുതിയിട്ട് ബേബി എന്ന് വിളിച്ച് അകത്തേക്ക് കയറുമ്പോൾ അവിടെ വീടിൻ്റെ അകം ഫുള്ള് അലങ്കോലമായിട്ട് എന്തൊക്കെയോ വാരി വലിച്ചിട്ടേക്കുന്ന കണക്കിന് കിടക്കുവാണ്. അപ്പോൾ അവരാണെങ്കിൽ ബേബി നീ എവിടെയെന്നുള്ള രീതിയിൽ ഫുള്ള് നോക്കുന്നുണ്ട്. അവനെ വീടിൻ്റെ അകത്ത് കാണാനൊന്നുമില്ല. അങ്ങനെ ബൈസൺ ചിലപ്പോൾ അവനവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ല ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. കാണ്ടുണ്ട് അവനറിയാവുന്നൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ബേബി നിൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ലയെന്ന് പറയാണ്. അവനോട് വരുന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ച് അറിയിക്കാനും പറയുന്നുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനെവിടെയാണ് പോയത് വീടെന്ന് ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ. അതേസമയം സ്റ്റൈലിനെയും ഫഡേലിനെയും കാണിക്കുമ്പോൾ ഇവരാണെങ്കിൽ തിരിച്ച് ഗ്യാരേജിലേക്ക് വരുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഫഡേൽ തിരിച്ച് വന്നൊക്കെയാണ്. അപ്പോൾ ഉടനെ തന്നെ അച്ഛനെ വിളിച്ച് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അച്ഛാന്നൊക്കെ വിളിച്ചിങ്ങനെ ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റു പയ്യൻ വന്നിട്ട് നിങ്ങളുടെ അച്ഛനെ രാവിലെ തൊട്ട് കാണുന്നില്ല സാർ, പിന്നെ ഒരു ലേഡി വന്നിട്ട് ഈ ഒരു സംഭവം തരാൻ പറഞ്ഞു, ആ ലേഡീനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തോന്നും, അവരൊന്ന് വലിയ ആളാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ആ ലേഡി കൊടുത്തു വിട്ട ഒരു പേപ്പർ ഇവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റൈൽ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഡിന്നർ വിത്ത് മോം എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റൈലിന് കാര്യം മനസ്സിലാവുന്നില്ല. ഫഡേല പേപ്പർ വാങ്ങിച്ച് നോക്കിയപ്പോൾ അവനെന്തോ മനസ്സിലാവുന്നുണ്ട്. അടുത്ത് ഇതേപോലെ തന്നെ കാണ്ടിനെയും ബൈസനെയും കാണിക്കുമ്പോൾ കാണ്ട് ഇപ്പോൾ അവിടെ ടേബിളിലായിട്ട് ഒരു ജാറിൻ്റെ അടിയിൽ ഒരു പേപ്പർ വെച്ചേക്കുന്നത് കാണുന്നുണ്ട്. അത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തും ഡിന്നർ വിത്ത് മോം എന്ന് എഴുതിയിരിക്കുകയാണ്. കാണ്ടിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്നാൽ അതെന്താ സംഭവമെന്ന് ബൈസിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് ഇവർ 4 പേരും കൂടെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ തന്നെ 2 ബോഡി ഗാർഡ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അവർ ഫഡേലിൻ്റെയും ബൈസൻ്റെയും കയ്യിലുള്ള തോക്ക് വാങ്ങുന്നുണ്ട്. അതിനുശേഷം അവർ 4 പേരും കയറി ചെന്ന് നോക്കുമ്പോഴത്തേക്കും ബേബിനെയും നമ്മുടെ സ്റ്റൈലിൻ്റെ അച്ഛനെയും കൂടെ ആയിട്ട് 2 സൈഡിൽ 2 കസേരയിലായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അറ്റത്തുള്ള കസേരയിൽ ലില്ലി ഇരിപ്പുണ്ട്. ആ സമയം ഇവരാണെങ്കിൽ ലില്ലിനെ കണ്ടിരുന്ന് ഷോക്കാവുന്നുണ്ട്. എന്നാൽ ലെറ്ററിൽ നിന്ന് തന്നെ അത് ലില്ലി ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ലില്ലി അങ്ങനെ നിങ്ങൾ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരടുത്ത് ചെന്നിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കും പോലെയാണ് അവർ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബേബിയുടെ അടുത്ത്
ബൈസണും പിന്നെ കാണ്ടും ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൈലിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഫഡയിലും സ്റ്റൈലും ചെന്നിരിക്കുന്നുണ്ട്. ലില്ലി ആ സമയം നിങ്ങളൊക്കെ വിചാരിച്ചു എന്നെ ജയിലിൽ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം മൊത്തം അവിടെ കിടക്കുമെന്ന്. എന്നാൽ പൈസയുടെ പവറൊന്നും നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ. പൈസയുടെ പവറുണ്ടെങ്കിൽ എന്തും നടക്കും. ഞാനാണെങ്കിൽ ഈ ജയിലിൽ നിന്ന് പുറത്ത് വന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവർക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടാ. നമ്മുടെ ബേബിയും സ്റ്റൈലിൻ്റെ അച്ഛനും കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ലില്ലി അപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിങ്ങളൊക്കെ കാരണം, നിങ്ങൾ കാണിച്ചു കൂട്ടിയ ആ ഒരു കാര്യം കാരണം എനിക്കാണെങ്കിൽ എൻ്റെ റെപ്യൂട്ടേഷനും എംപ്ലോയീസും എൻ്റെ ബിസിനസ്സും എല്ലാം തകർന്നു എന്ന് പറയുന്നുണ്ട്. അതിനുള്ളത് നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നും കൂടെ പറയുന്നുണ്ട്. ആ സമയം കാണാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എൻ്റെ അനിയനെയൊക്കെ വിട്ടേക്ക്, ഈ ഒരു സംഭവത്തിൻ്റെ പ്ലാൻ ഞാനാണ് റെഡിയാക്കിയത്, ഈ പ്ലാൻ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊന്നോളാൻ പറയുന്നുണ്ട്. സ്റ്റൈലപ്പോൾ ആ അതെ കാണ്ട് പറഞ്ഞ ശരിയാണ്, നിങ്ങൾ എന്നെ എന്ത് വേണോ ചെയ്തോ, പക്ഷേ എൻ്റെ അച്ഛനെ വിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ലില്ലി ഓഹോ അപ്പം നിങ്ങളാണല്ലേ എൻ്റെ മാസ്റ്റർ മൈൻഡ് എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് വീണ്ടും ലില്ലി അവരോട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡ്രിങ്ക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കുടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് മരിക്കാമെന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ ബോട്ടിൽ വിഷം എടുത്ത് അവിടെ വയ്ക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇവരൊക്കെ ഷോക്കാവുന്നുണ്ട്. കടയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നിങ്ങൾക്ക് പോയ റെപ്യൂട്ടേഷൻ തിരിച്ചു കൊണ്ടുവരാം, പക്ഷേ ഇവരെ വെറുതെ വിടാനായിട്ട് പറയാണ്. ബൈസണും ആ നിങ്ങൾ പറയുന്ന ആരെയും ഞാൻ കൊല്ലാം, ഇവരെയൊക്കെ വെറുതെ വിടാൻ പറയുന്നുണ്ട്. ലില്ലി ആ സമയം ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ ഞാൻ വെറുതെ വിടാം, പക്ഷേ ആ രണ്ട് വിഷമുള്ള ആ ഒരു ഡ്രിങ്ക്സ് നിങ്ങൾ ബേബീനെയും സ്റ്റൈലിൻ്റെ അച്ഛനെയും കുടിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സിനെയും വെറുതെ വിടാമെന്ന് പറയാണ്. ആ സമയം കാണ്ടും സ്റ്റൈലും വേണ്ട എന്നുള്ള രീതി ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെയും ഡ്രിങ്ക്സ് എടുത്തിട്ട് അവരെ കുടിപ്പിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ആ സമയം അവിടെ സൈഡിലായിട്ട് ബോഡി ഗാർഡ്സ് നിൽപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും അവരുടെ മുഖത്തേക്ക് ഒഴിച്ചിട്ട് ചെന്ന് അവരെ അറ്റാക്ക് ചെയ്ത് അവരെ ഒന്ന് തോക്കൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് സ്റ്റൈലും കാണ്ടും കൂടെ ബേബീനെ അവൻ്റെ അച്ഛൻ്റെയും കെട്ടഴിച്ചിട്ട് അവരെ എസ്കേപ്പ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ നേരെ ലില്ലിയുടെ അടുത്ത് വന്നിട്ട് ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടാണ്. ലില്ലി അപ്പോൾ ശരി എന്നാൽ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ പറയാണ്. വയസ്സിനപ്പോൾ അയ്യോ അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നിങ്ങൾ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് സൈഡിൽ നിന്നുകൊണ്ട് വേണ്ട ബൈസൺ നീ ഇപ്പം തന്നെ ജയിലിൽ കിടന്നു കഴിയൂ, ഇനി നീ ജയിലിൽ പോകരുതെന്ന് പറയുന്നുണ്ട്. അതേസമയം ഫഡയിലും ഇനി നിങ്ങൾ ജീവനോടെ പോകത്തില്ല, ഇനി നിങ്ങളെ വിട്ടാലും ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. സ്റ്റൈൽ ആ സമയം പോലീസിനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫഡയിൽ വേണ്ട, പോലീസിനെ വിളിച്ചാലും ഇവർ എങ്ങനെയും തിരിച്ചു വരും, അതിനേക്കാളും ഇവരിപ്പോൾ തന്നെ മരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ എടുത്തു വെച്ച ആ ഒരു വിഷത്തിൻ്റെ ബോട്ടിലിൽ നിന്ന് കുറച്ച് അവരുടെ ഡ്രിങ്ക്സിലേക്ക് ഒഴിച്ചിട്ട് അത് ഇവരെ കൊണ്ട് അവർ കുടിപ്പിക്കുവാണ്. എന്നിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കാണ്ടും ബൈസനും കൂടെ ആയിട്ട് കാണ്ടിൻ്റെ വീട്ടിൽ ഇപ്പോൾ അവൻ്റെ റൂമിലിങ്ങനെ ഹഗ് ചെയ്തിങ്ങനെ കിടക്കുന്നതാണ്. ആ സമയം ബൈസൺ ഈ ഒരു കാര്യം ഞാൻ എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കാണ്ടപ്പോൾ എന്ത് സംഭവം എന്ന് ചോദിക്കുന്ന സമയത്ത് നിന്നെ ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കുന്നത് തന്നെ അത് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്, നല്ല സുഖമെന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും നമ്മളെ അടുത്തേക്ക് ഇനി പ്രശ്നങ്ങളായിട്ട് ഒന്നും വരത്തില്ല എന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കണ്ടപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം നിനക്കുണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ഞാൻ വെടിവെച്ച് കൊന്നുകളയുമെന്ന് പറയാണ്. ആ സമയം ബൈസൺ ഓ നീ കുറേ ത്രില്ലർ സിനിമ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാണ്ടിനെ ഹഗ് ചെയ്ത് കിടക്കുകയാണ്. ആ സമയം കാണ്ട് ആ ഒരു സാധനം തരാണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഡ്രോവർ ഓപ്പൺ ചെയ്തിട്ട് 2 ടിക്കറ്റ് എടുക്കുവാണ്. ബൈസൺ അത് നോക്കിയപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഐസ്ലാൻഡിലേക്ക് പോകാനുള്ള ടിക്കറ്റായിരുന്നു ഇത്. നമ്മുടെ ബൈസിന് മുമ്പേ അവിടെ പോകണമെന്നും നോർത്തേൺ ലൈറ്റ്സ് കാണണമെന്നൊക്കെ ഉള്ളത് അവൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണ്ട് വാ നമുക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഇതൊക്കെ എപ്പോഴാണ് എടുത്തതെന്ന് വെച്ചപ്പോൾ നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടുമ്പെങ്കിൽ എടുത്തേ ഉള്ളൂ, നമുക്ക് രണ്ടുപേരും കൂടെ ഇട്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സ്റ്റൈലിനെയും ഫഡലിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ ഒരുമിച്ച് ബെഡിൽ ഇരിക്കുന്ന സമയത്ത് ഫഡയിൽ നമ്മുടെ ബർഗർ കടയുടെ പേര് മാറ്റിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ എന്തിനാണ് മാറ്റുന്നത്, അത് പെർഫെക്റ്റ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ അല്ല അതിപ്പോൾ എൻ്റെ മാത്രം കടയിലല്ലോ നിൻ്റെയും കൂടെ അല്ലേ, അപ്പോൾ നമുക്ക് ചേഞ്ചസ് വരുത്തണ്ടേന്ന് വെച്ചപ്പോൾ ചേഞ്ചസിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു എസ് എന്ന് പറഞ്ഞ ലെറ്റർ മാത്രം ആഡ് ചെയ്താൽ മതി, സംഭവങ്ങളെല്ലാം സെറ്റാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സ്റ്റൈൽ അവൻ്റെ കയ്യിരിക്കുന്ന ഒരു കീ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ സമയം ഫഡയിൽ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ സ്റ്റൈൽ അത് പിന്നെ നിന്നെ വളച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ കാണ്ടാണെങ്കിൽ എനിക്ക് അവൻ്റെ കാറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഡീല് എങ്ങനെയായാലും ഡീലാണല്ലോ, നീ ഇപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നില്ലേ, അതുകൊണ്ട് ഞാൻ ആ ഡീലിൽ ജയിച്ചു, അതുകൊണ്ട് അവൻ്റെ കാറ് അവൻ എനിക്ക് തന്നു എന്ന് പറയാണ്. ഫഡയിലപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ ആ കാറ് അവന് തിരിച്ചു കൊടുത്തേക്ക്, കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ അത് കേട്ടിട്ട് ഓ അങ്ങനെയാണെന്നുള്ള രീതിയിൽ ഒന്ന് നോക്കിയ ശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ഫഡയിലിൻ്റെ മടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഫഡയിലിൻ്റെ കവളിലൊരു കിസ് കൊടുത്തിട്ട് നിനക്ക് എന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ 30% ഇഷ്ടമാണെന്ന് ഫഡയിൽ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സ്റ്റൈൽ അവൻ്റെ കഴുത്തി കിസ് ചെയ്യാണ്. എന്നിട്ട് എത്രമാത്രം ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ 60% ഇഷ്ടമാണെന്ന് പറയാണ്. അടുത്ത് നമ്മുടെ ഫഡയിലിനെ അങ്ങ് ചുണ്ടി തന്നെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എത്രമാത്രം ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ 100% ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് രണ്ടുപേരും കൂടെ നല്ലതുപോലെ കിസ് ചെയ്യുന്നുണ്ട്.
അടുത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാണ്ടും ബൈസനും കൂടെ ആയിട്ട് ഇപ്പോൾ ഐസ്ലാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരിങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന ടൈമിൽ ബൈസൺ ഞാൻ ഓട്ടിക്കണോ, നീ കുറേ നേരം ഓട്ടിക്കുന്നില്ല, നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കണ്ട് ഈ കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ഈ പാട്ടിൻ്റെ പ്ലേലിസ്റ്റ് അത് അടിപൊളിയാണ്, ഇതിലെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുന്നേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബൈസൺ വേറൊരു പ്ലേലിസ്റ്റും കൂടെ ഉണ്ട്, നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പറ്റിയ പ്ലേലിസ്റ്റ്. ഇത് കേട്ട് കണ്ടു അങ്ങനെയൊക്കെ പ്ലേലിസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കുകയാണ്. ആ സമയം ബൈസൺ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു കപ്പിൾസ് ഒരുമിച്ച് ട്രിപ്പിന് പോകുമ്പോഴാണ് അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കണ്ട് എങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് നോർത്തേൺ ലൈറ്റ്സ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം, ചിലപ്പോൾ നമ്മുടെ ആ ഒരു ക്യാമ്പിങ്ങിൻ്റെ ഏരിയ ഒക്കെ ആകുമ്പോഴത്തേക്കും നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റിയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇവരാണെങ്കിൽ ഒരു ടെൻ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അവരെങ്ങനെ അവരുടെ തിരിക്കുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും നല്ല തണുപ്പുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിനേക്കാളും തണുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ബൈസൺ എന്നിട്ട് നമുക്ക് ഹഗ് ചെയ്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ സമയം നമ്മളിവിടെ വന്നിട്ടും നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് സങ്കടമാവുമെന്ന് ചോദിച്ചപ്പോൾ ചെറുതായിട്ട് സങ്കടമാവും, എന്നാലും കുഴപ്പമില്ല, നോർത്തേൺ ലൈറ്റ്സ് കണ്ടുപിടിക്കുന്നവരെ ഞാൻ ഫുള്ള് ട്രാവൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയാണ്. അതേസമയം ബൈസൺ എന്തോ കണ്ടിട്ട് അവൻ്റെ ടെൻറ്റിൻ്റെ ആ ഒരു ഇത് ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കാണ്ട് ഇറങ്ങി വന്ന് പറയാണ്. നോക്കിയപ്പോഴത്തേക്കും നോർത്തേൺ ലൈറ്റ്സ് കാണുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അവർ രണ്ടുപേരും നല്ല ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവരങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ബൈസനാണെങ്കിൽ ഓരോരുത്തർക്കും ഈ നോർത്തേൺ ലൈറ്റ്സിലെ പല പല വിശ്വാസങ്ങളാണ് ഉള്ളതെന്ന് പറയാണ്. ആ സമയം കാണ്ട് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ അത് പിന്നെ എസ്കിമോസൊക്കെ വിചാരിക്കുന്നത് ഈ നോർത്തേൺ ലൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അവർ അവരുടെ പഴയ കാലഘട്ടത്തിലുള്ള കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് പോലെയാണ്. ഫിന്നിഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവർ വിചാരിക്കുന്നത് ഒരു കുറുക്കൻ ആകാശത്തുകൂടെ നടന്നു പോകുന്നത് കൊണ്ടാണ് ഈ നോർത്തേൺ ലൈറ്റ്സ് വരുന്നതെന്നാണ്. ഞാൻ സത്യത്തിൽ നോർത്തേൺ ലൈറ്റ്സ് ഇങ്ങനെയൊന്നും ആയിരിക്കും എന്നല്ല വിചാരിച്ചത്, എൻ്റെ ഇമാജിനേഷൻ വേറെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഇമാജിനേഷനിൽ ഞാൻ നോർത്തേൺ ലൈറ്റ്സ് ഒറ്റയ്ക്കിന്ന് കാണുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടല്ലോ, നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നത് ഭയങ്കര ഒരു സുഖമുള്ള സംഭവമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. കാണ്ടും നീയും എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു, കാരണം എൻ്റെ പേരിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടതെന്നാണ്, ഞാനിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആളുടെ കൂടെയാണല്ലോ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ കിസ് ചെയ്യുന്നുണ്ട്. അതേസമയമാണ് സ്റ്റൈൽ ഇവനെ വീഡിയോ കോൾ ചെയ്യുന്നത്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റൈൽ എന്താ പരിപാടി, നോർത്തേൺ ലൈറ്റ്സ് കണ്ടോ എന്ന് വെച്ചപ്പോൾ കണ്ടോണ്ടിരിക്കുക, പൊളിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ ഫഡേൽ എവിടെയെന്ന് വെച്ചപ്പോൾ സ്റ്റൈലാണെങ്കിൽ ഫഡേലിനോട് ഹായ് പറയാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഫഡേലും സ്റ്റൈലും കൂടെ ആയിട്ട് കാർ ഓട്ടിച്ച് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ശരി വരുന്നതിന് മുമ്പേ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് കാണിച്ചു തരണമെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ്. കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫഡേൽ നിനക്ക് ഇതുപോലെ ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് വെച്ചപ്പോൾ സ്റ്റൈൽ പിന്നെ ആഗ്രഹമില്ല, ഇങ്ങനെ അച്ഛൻ്റെ കൂടെ മാത്രമേ ട്രിപ്പിന് പോയിട്ടുള്ളൂ, ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഡേൽ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം, പിന്നെ ഞാനാണെങ്കിൽ ഒരു ഹിറ്റ്മാനായിരുന്നു, 5 വർഷം ജയിലിലായിരുന്നു എന്നൊക്കെ നിൻ്റെ അച്ഛന് പറഞ്ഞല്ലോ, അപ്പോൾ അച്ഛൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അച്ഛനത് ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ സ്റ്റൈൽ പിന്നെ അല്ലാണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു ഇതുപോലെ നിൻ്റെ കണക്കിന് ഒരു പാസ്റ്റുള്ള ഒരാളെ കിട്ടുന്നത് നല്ല സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ കൂളാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ജയിലിൽ പോകുന്നതിന് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ പ്രോമിസ് എനിക്ക് പാലിക്കണമെന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ ഏത് പ്രോമിസ് എന്ന് വെച്ചപ്പോൾ അത് പിന്നെ നമ്മുടെ കാര്യത്തെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ നീ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പോകണമെന്ന് വെച്ചപ്പോൾ പടയിൽ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ, ആ റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് സെറ്റായി ഓക്കെ വരട്ടെ, നമ്മുടെ കാര്യം ഞാൻ നിൻ്റെ അച്ഛനോട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. സ്റ്റൈലപ്പോൾ തിരക്കിടേന്ന് വേണ്ട, ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്, എല്ലാം പതുക്കെ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും സ്റ്റൈൽ ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചില്ലേ, എന്നിട്ട് നമ്മൾ ഒരുമിച്ചുണ്ടായിരിക്കുന്നില്ലേ, അതൊക്കെ തന്നെ അടിപൊളിയാന്ന് പറയാണ്. ആ സമയം പടയിൽ സത്യം ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കങ്ങ് മരിക്കുമെന്ന്, നമ്മൾ ഇത്രയൊക്കെ മുന്നോട്ട് ഒരു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ അങ്ങനെ നിന്നെ ഒറ്റയ്ക്ക് മരിക്കാനൊന്നും വിടത്തില്ല, മരിക്കുവാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ മരിക്കത്തുള്ളൂ, പക്ഷേ അത് ഇപ്പോഴൊന്നും അല്ല, ഒത്തിരി വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഫഡേലപ്പോൾ നമ്മുടെ സ്റ്റൈൽ വണ്ടി ഓടിക്കുകയാണെന്ന് പോലും നോക്കാതെ അവനെ പിടിച്ചു വെച്ച് കിസ് ചെയ്യുന്നുണ്ട്. സ്റ്റൈലെപ്പോഴാ വീടടാ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞിട്ട് അവനെയും പിടിച്ച് നീക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത് കാണ്ടിനെയും ബൈസിനെയും കാണിക്കുമ്പോൾ ഇവരും ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, സ്റ്റൈലും ഫഡേലും ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എൻ്റെയർ സീരീസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സീരീസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു എന്നതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.